ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ 4ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തെ പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മിറർ പ്രാക്ടീസ്, ലെറ്റ് ഇറ്റ് ഗോ യുവർ പാസ്റ്റ്. നമുക്കെല്ലാവർക്കും ഒരുപാട് പാസ്റ്റ് പെയിനുകൾ ഉണ്ടാകും. അതിന് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങൾ, അതുപോലെ നമ്മൾ പറഞ്ഞതും ചെയ്തതും നമ്മൾ അനുഭവിച്ചതുമെല്ലാം മനസ്സിൻ്റെ അടിത്തട്ടിൽ മായാതെ കിടന്നിട്ടുണ്ട്. ആ അനുഭവങ്ങൾ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിൽ ബാധിക്കാറുമുണ്ട്. നമ്മളിൽ പലരും ചിന്തിക്കുന്നതാണ്, ഞാൻ അത്രയ്ക്ക് പോരാത്തയാളാണ്, എനിക്ക് ഒന്നും ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വന്നതിന് കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ അത്തരം നെഗറ്റീവ് പ്രോഗ്രാമുകളെ മാറ്റി പകരം പോസിറ്റീവായ പ്രോഗ്രാമുകളെ നിറയ്ക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മോശം സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക. ഒന്നാമതായിട്ട്, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് എന്നിൽ നിന്ന് എന്ത് കാരണമാണ് ഉണ്ടായത്? രണ്ടാമത്തെ കാര്യം, എന്നിലെ എന്തു കാര്യമാണ് ഈ നെഗറ്റീവ് വിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്? മൂന്നാമതായിട്ട് ചോദിക്കേണ്ടത്, ഈ നെഗറ്റീവ് വിശ്വാസത്തെ എനിക്ക് എങ്ങനെ കളയാൻ സാധിക്കും? 4, കഴിഞ്ഞ കാലത്തോടും എന്നോടും ഞാൻ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടത്? 5, എങ്ങനെയാണ് ഈ കാര്യത്തെ വിട്ടുകളഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത്? ഈ 5 കാര്യങ്ങളും നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വയം ചോദിക്കണം. ഇതെല്ലാം നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കടക്കാം. കണ്ണാടിയുടെ മുൻപിൽ ശാന്തമായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. ശേഷം ദീർഘമായി ശ്വസിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ടെൻഷനുകളെല്ലാം പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ നെറ്റിയിൽ ഒരു പ്രസ് ബട്ടൺ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ അമർത്തുമ്പോൾ നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിറഞ്ഞ CD അവിടെ നിന്ന് ഓപ്പണായി വരും. നിങ്ങൾ ആ CD അവിടെ നിന്ന് എടുത്തു കളയുന്നു. ഇനി കണ്ണാടിയിലേക്ക് നോക്കിയ ശേഷം കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക, നമുക്ക് പോസിറ്റീവായ അഫർമേഷനുകളും വിശ്വാസങ്ങളും അടങ്ങിയ ഒരു റെക്കോർഡ് ഉണ്ടാക്കാം. അതിനുശേഷം പറയുക, ഐ ആം വില്ലിംഗ് ടു ലെറ്റ് ഗോ. ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ എല്ലാ ടെൻഷനും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ഭയവും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ കുറവുകളും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ കുറ്റബോധവും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ വേദനകളും വിട്ടുകൊടുക്കുന്നു. ഞാൻ വളരെയധികം ശാന്തത അനുഭവിക്കുന്നു. ഞാൻ സുരക്ഷിതയാണ്. ഈ ഒരു അഫർമേഷൻസ് 3 പ്രാവശ്യം ആവർത്തിക്കുക. ദിവസത്തിൽ പലതവണ കണ്ണാടിയുടെ മുൻപിലിരുന്ന് ആവർത്തിക്കാവുന്നതാണ്. അടുത്തതായി ജേർണലിംഗ് ആണ്. അതിനായി നോട്ട്ബുക്ക് എടുക്കുക. ശേഷം അതിൽ എഴുതാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇനി പറയുന്ന 4 കാര്യങ്ങളാണ്. 1, ക്രിറ്റിസിസം, വിമർശനം. 2, ഫിയർ അഥവാ ഭയം. 3, കുറ്റബോധം. 4, നീരസം, കൈപ്പേറിയ അനുഭവങ്ങൾ. ഇനി നോട്ട്ബുക്കിൽ 4 കോളങ്ങൾ വരയ്ക്കുക. ആ 4 കോളത്തിലും മുകൾ പറഞ്ഞ 4 ഹെഡിങ് കൊടുക്കുക. വിമർശനം, ഭയം, കുറ്റബോധം, കൈപ്പേറിയ അനുഭവങ്ങൾ. അങ്ങനെ 4 ഹെഡിങ് കൊടുക്കുക.
എന്നിട്ട് ഓരോ കോളത്തിനടിയിലും ആ കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സും എഴുതുക. നിങ്ങൾക്ക് ഏതു കാര്യത്തെ പറ്റിയാണോ കൂടുതൽ എഴുതാനുള്ളത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എഴുതിയ 2 കോളങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ചാണെങ്കിൽ ഇനി പറയുന്നത് പോലെ എഴുതണം. ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വേദനകൾ റിലീസ് ചെയ്യുന്തോറും എനിക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ എഴുതിയ ശേഷം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ എന്തെല്ലാം സ്വഭാവങ്ങളാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് നോട്ട്ബുക്കിൽ എഴുതുക. ഇത് വേറെ എഴുതണം കേട്ടോ. ആ സ്വഭാവ രീതികളിൽ നിങ്ങൾക്കുള്ളത് ഏത് കാര്യമാണെന്ന് എഴുതുക. ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിലായത് എന്നും കൂടി എഴുതുക. ഇനി ഇന്നത്തെ ഹൃദയ ചിന്ത, ഐ ക്യാൻ ലെറ്റ് ഗോ. നമ്മൾ ജീവിതത്തിൽ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നത് ആ പാറ്റേണുകൾ നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമുള്ളത് കൊണ്ടാണ്. ചില സാഹചര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവ് പാറ്റേണുകൾ സൃഷ്ടിക്കുന്നത്. ഇനി പറയുന്ന 4 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒന്നാമത്തത്, എന്നെ ശരിക്കും വേദനിപ്പിക്കുന്നത് എന്താണ്? 2, എനിക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? 3, എന്തിനെയാണ് ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? 4, ഇത് എങ്ങനെ എന്നെ രക്ഷിക്കും എന്നാണ് കരുതുന്നത്? ഈ ആവശ്യമില്ലാത്ത പാറ്റേണുകളെ കുറിച്ച് ബോധ്യം വരുമ്പോൾ ലെറ്റ് ഗോ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ആവശ്യമില്ലാത്തവയെ വിട്ടുകളയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി മെഡിറ്റേഷന്റെ സമയമാണ്. എ ന്യൂ ഡെക്കേഡ് ഓഫ് ഹീലിംഗ്. ഹീലിംഗിന്റെ ഒരു പുതിയ അധ്യായം. സ്വസ്ഥമായിരിക്കുക, കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഒരു വാതിൽ തുറക്കുന്നതായി കാണുക. ശക്തമായ ഒരു ഹീലിംഗിലേക്കാണ് ആ വാതിൽ തുറക്കുന്നത്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഹീലിംഗിന് ആവശ്യം വരിക. ചിലർക്ക് അവരുടെ ബോഡി ഹീലിംഗ്, ചിലർ അവരുടെ മൈൻഡ് ഹീലിംഗ്, ചിലർക്ക് അവരുടെ ഹേർട്ട് ഹീലിംഗ്, അങ്ങനെ തുടരുന്നു. ആവശ്യങ്ങൾ. നിങ്ങൾ ആ വാതിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ഹീലിംഗ് എല്ലാം നിങ്ങളിൽ നടക്കുന്നു. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ അവിശ്വസനീയമായ കഴിവുകൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാൻ പഠിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ വാതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരുകയാണ്. ആ വാതിലൂടെ കടന്നു പോകുമ്പോൾ നാം സുരക്ഷിതരാണെന്ന് നമ്മൾ അറിയുന്നു. അതെ, നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. ഇതോടുകൂടി ഈ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുക. താങ്ക് യു ഓൾ.